ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് സഭയായി സേവികാ സംഘ ദിനമായി വേർതിരിച്ചിരിക്കുന്ന ദിവസമാണല്ലോ. മാർത്തോമാ സുവിശേഷ സേവികാ സംഘം 106 വർഷം പിന്നിടുന്ന ഈ വേളയിൽ സേവികാ സംഘത്തിൻ്റെ ആദ്യകാല പ്രവർത്തകരെയും ഇപ്പോൾ നേതൃത്വം നൽകുന്നവരെയും നമുക്ക് നന്ദിപൂർവ്വം ഓർക്കാം. തുടർന്നുള്ള നാളുകളിലും ധീരമായ നേതൃത്വത്തെ ഒരുക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തേക്ക് സഭയായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം സ്ത്രീകൾ പരിവർത്തനത്തിൻ്റെ പ്രഘോഷകരും പ്രയോക്താക്കളും എന്നുള്ളതാണല്ലോ. വുമൺ പ്രൊക്ലെയിമേഴ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് ഓഫ് ചേഞ്ച്. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ അല്പസമയ ചിന്തയ്ക്കായി അതിൻ്റെ 5, 6, 7 വാക്യങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറവിൻ. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ ഉയർപ്പിന് ആദ്യ അനുഭവക്കാരും സാക്ഷികളുമാണ് മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും. 4 സുവിശേഷങ്ങളിലും യേശുവിൻ്റെ ഉയർപ്പിന് ആദ്യ സാക്ഷികളാകുന്നത് സ്ത്രീകളാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. രക്തബന്ധത്തെക്കാൾ ഉപരിയായി യേശുവിൻ്റെ ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കുചേരുകയും പീഡാനുഭവത്തിലും ക്രൂശുമരണത്തിലും പതറിപ്പോകാതെ അവനോട് ചേർന്ന് നിൽക്കുകയും സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുകയും ചെയ്യുന്ന സ്ത്രീകളാണ് ഇവർ. ഈ തളരാത്ത മനസ്സുകൾക്കാണ് ഉയർപ്പിൻ്റെ ആദ്യ അനുഭവം ഉണ്ടാകുകയും ഉയർപ്പിൻ്റെ സദ്വർത്തമാനം ലോകത്തോട് അറിയിക്കുവാൻ നിയോഗം ലഭിക്കുകയും ചെയ്യുന്നത്. പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഭയപ്പെട്ട് ജീവിതമില്ലാതാക്കുന്ന സ്ത്രീകളുടെ സംഖ്യ ഏറി വരുന്ന ഇക്കാലത്ത് ഭയപ്പെടാതെ മരണത്തിനപ്പുറമുള്ള പുതിയ ചിന്തകളെ വിശ്വാസത്തിൽ അന്വേഷിക്കുന്ന സ്ത്രീകളെ ഈ വേദഭാഗം പരിചയപ്പെടുത്തുന്നു. ദൂതൻ സ്ത്രീകളോട് പറയുന്ന ഉയർപ്പിൻ്റെ ആദ്യ സന്ദേശം ഭയപ്പെടേണ്ട എന്നതാണ്. ഭയപ്പെടേണ്ട എന്നതുകൊണ്ട് തൽക്കാലത്തേക്ക് മാത്രമായി ഭയക്കേണ്ടതില്ല എന്നല്ല, മറിച്ച് മുൻപോട്ടുള്ള യാത്രയിൽ എല്ലാ നാളും നിങ്ങൾക്ക് ഭയം കൂടാതെ ജീവിക്കാം എന്ന് അറിയിക്കുകയാണ്. കാരണം യേശു പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഭയത്തെ ഇല്ലാതാക്കുന്ന ഈ രക്ഷയുടെ സന്ദേശം അവരെ പുതുസൃഷ്ടികളാക്കി തീർക്കുന്നു. നിശബ്ദരാക്കപ്പെട്ടവർ നിശബ്ദതയെ ഭേദിക്കുകയാണ് യേശുവിൻ്റെ ഉത്ഥാനത്തിൽ. ഉയർപ്പിൻ്റെ രൂപാന്തര സന്ദേശവുമായി ഈ സ്ത്രീകൾ ഓടുകയാണ്. അവരുടെ സന്ദേശത്തിലും രൂപാന്തരമുണ്ടാക്കുന്നു. ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നതാണ് അവർ ശിഷ്യന്മാരോട് പറയുന്നത്. മരിച്ചു കിടക്കുന്നവനെ കണ്ടുവെന്നല്ല, ഉയർത്തെഴുന്നേറ്റവനെ കണ്ടുവെന്നാണ് അവർ പറയുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ യേശുവിനെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ അവർ യേശുവിനെ കാണുന്നു. എന്നുവെച്ചാൽ ഉയർപ്പ് അവരുടെ ദർശനത്തിൽ രൂപാന്തരം വരുത്തുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അവരുടെ മനസ്സിലാക്കലിൽ മാറ്റം സംഭവിക്കുന്നു. യേശുവുമായുള്ള അവരുടെ ബന്ധത്തിന് രൂപാന്തരം വരുന്നു. കാരണം അവർ ജീവനുള്ള കർത്താവിൻ്റെ സാക്ഷികളാവുകയായിരുന്നു. മനുഷ്യർ മറ്റുള്ളവർക്ക് കല്ലറകളെ പണിയുമ്പോൾ ദൈവം കല്ലറകളെ ശൂന്യമാക്കുന്നവനാണ്. ദൈവം കല്ലറകളെ പണിയുന്നവനല്ല, മറിച്ച് കല്ലറകളെ രൂപാന്തരപ്പെടുത്തുന്നവനാണ് എന്നതാണ് ഉയർപ്പിൻ്റെ സദ്വാർത്ത. അതുകൊണ്ട് മനുഷ്യർ രൂപപ്പെടുത്തുന്ന ഇടങ്ങൾ ജീർണമാകുമ്പോൾ പ്രസ്തുത ഇടങ്ങളെ ദൈവം രൂപാന്തരപ്പെടുത്തുന്നു. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഗലീലയ്ക്ക് പോകുവാൻ നിയോഗം ലഭിച്ച സ്ത്രീകളെ ഉയർത്തെഴുന്നേറ്റ യേശു യാത്രാമധ്യേ എതിരേൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവീൻ, അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. തൻ്റെ കഷ്ടാനുഭവങ്ങളിൽ തന്നെ ഉപേക്ഷിച്ച് തന്നിൽ നിന്നും അകന്നുപോയ തൻ്റെ പ്രിയ ശിഷ്യരെ തേടിയെത്തുന്ന ക്രിസ്തു സ്നേഹത്തെ നാം ഇവിടെ കാണുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യം വെളിപ്പെടുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും
അവഗണിക്കപ്പെട്ടവരുമായ മനുഷ്യർ പാർക്കുന്ന ഗലീലയിലാണ്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ വളരെ നിർണായകമായ ദൗത്യ ഇടമായിരുന്നു ഗലീല. വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്ന ജനസമൂഹം അവിടെ പാർത്തിരുന്നു. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും അകന്നുപോയ ജനവിഭാഗങ്ങളെ തൻ്റെ പരസ്യ ശുശ്രൂഷയിലൂടെ ചേർത്തു പിടിക്കുവാൻ ഗലീലയിൽ യേശുവിന് കഴിഞ്ഞു. സ്വന്തം ഭവനത്തിലെ ചുമതലകൾക്കപ്പുറമായി വ്യക്തികളായും കൂട്ടമായും ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കുന്ന സ്ത്രീകളെ ഗലീലയിലെ ശുശ്രൂഷയിൽ കാണാം. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവക്കാരാകുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്ന നിയോഗം ഗലീലയ്ക്ക് പോകുവാനാണ്. ഭാഷയ്ക്കും ദേശത്തിനും വംശത്തിനുമപ്പുറം ഉയർപ്പിൻ്റെ സന്ദേശം ലോകത്തോട് പ്രഘോഷിക്കുവാനുള്ള നിയോഗം ഉയർത്തെഴുന്നേറ്റവൻ നമുക്കും നൽകിയിരിക്കുന്നു. ലോകാവസാനത്തോളം ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്തവൻ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവീൻ എന്ന നിയോഗമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഉത്തമ സാക്ഷികളായി ജീവിച്ച് ഈ ലോകത്തെ ക്രിസ്തുവിൽ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. മാറ്റത്തിൻ്റെ പ്രഘോഷകരും പ്രയോക്താക്കളുമാകുവാൻ നമുക്കും കഴിയണം. മാറ്റപ്പെടേണ്ടതായ പല ഘടനകളും ഇന്നത്തെ സമൂഹത്തിലും നിലനിൽക്കുന്നു. ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ പ്രത്യാശയുടെ സന്ദേശവാഹകരായി പരിവർത്തനത്തിൻ്റെ പ്രയോക്താക്കളായി മാറുക എന്നുള്ളതാണ് ഈ കാലത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. ഇപ്രകാരമുള്ള ജീവിതം നയിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചെറിയ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു.